നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മളെ പ്ലാവിൽ ആദ്യത്തെ ചക്ക വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ട് പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇന്ന് നാടൻ രീതിയിലുള്ള തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് കണ്ടാലോ. അപ്പോൾ ഇടിച്ചക്ക എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ ഇടിച്ചുണ്ടാക്കേണ്ടതാണ് അതിൻ്റെ രീതി. പക്ഷെ നമുക്കിന്ന് ഇടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്കിന്ന് അരിഞ്ഞെടുത്ത് ചേർക്കാം. എനിക്കിങ്ങനെ ഇടിച്ചുണ്ടാക്കുന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടം കൂടുതൽ അരിഞ്ഞുണ്ടാക്കുന്ന ചക്കയോടാണ് കേട്ടോ. അപ്പോൾ ചക്ക നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മുതിര വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 വിസിലിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുതിര വേവിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ മുതിര വേവിച്ചിട്ടുണ്ട്. ഈ മുതിര വേവിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർത്ത് കൊടുക്കുക. ഇടിച്ചക്കയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മോൾക്ക് കഴിക്കാനുണ്ടായതുകൊണ്ട് എരിവ് കൂടി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കുക. ഓൾറെഡി 2 വിസിലിന് മുതിര വേവിച്ചതാണല്ലോ, അപ്പോൾ ചക്ക ഒരു വിസിലിന് വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ചക്ക വെള്ളത്തെയൊക്കെ ആഗിരണം ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. കടായിയോ പാനോ ഉരുളിയോ എന്ത് വേണമെങ്കിൽ വയ്ക്കുക കേട്ടോ. അത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കൊച്ചുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത്, വറ്റൽമുളക് ഇട്ട് കൊടുത്ത്, നമ്മൾ വേവിച്ച് വെച്ച ചക്കയും ഇട്ട് കൊടുത്ത്, ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് രസമാണെന്നറിയോ.